അപ്പോൾ ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ സ്വാഗതം. അപ്പോൾ ഒന്ന് നമ്മൾ കളിക്കുന്ന മൈൻക്രാഫ്റ്റ് എന്നാണ് അപ്പോൾ മൈൻക്രാഫ്റ്റിൽ നമ്മളെന്താണ് മറ്റേ മോഡില്ലേ, സ്ലീപ്പിംഗ് ഈസ് ഓപ്പി എന്ന് പറഞ്ഞ മോഡ്. അത് കുറച്ച് പാടാണ്, എന്നാലും നമ്മൾ ബീറ്റ് ചെയ്യും. അപ്പോൾ ഞാൻ ഇപ്പോൾ അത്രയ്ക്കും വീഡിയോ അത്ര വലുതാക്കാണ്ട് ആദ്യം ഇത്രയും മൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എന്താണ് നമുക്ക് ഇത്രയും മതി. നമുക്ക് മെല്ലെ മെല്ലെ താഴോട്ട് ഇങ്ങനെ കുഴിച്ചു ഗൈസ്. ഇത് ഇങ്ങനത്തെ ഇവിടെ ഒരു ബേസ് പോലെ അങ്ങനെ ഉണ്ടാക്കിയ സീനാണ് ഗൈസ്. അതാകുമ്പോൾ അത്ര കേവ് ഇവിടെ അടുത്തൊന്നുമില്ല ഗൈസ്. ഞാൻ നോക്കിയതാണ്. ഞാൻ നേരെ ഒരു പേടിയിലുണ്ട്. അതുകൊണ്ട് ഗൈസ് കുഴിച്ചങ്ങ് പോകുന്നു. ഇനി ഗൈസ് ഇനി അങ്ങനെ ഇവിടെ തൊട്ട് ഒരു 1 2 3 4 വേണ്ട ഗൈസ്. നമുക്ക് 5 ഉണ്ടാക്കാം. 5 അല്ലെങ്കിൽ 6, അല്ലെങ്കിൽ ഇനി നമ്മൾ ഇങ്ങോട്ടും വലുതാക്കും ഗൈസ്. ഇതിങ്ങനെ പൊളിച്ചോണ്ടേ പോവാം. എവിടെ ഗൈസ്? പക്ഷേ ഇതിൽ അച്ചീവ്മെൻറ്റ്സ് കിട്ടും ഗൈസ്. ഉണ്ട് തോന്നുന്നു. കാരണം എന്താണ്, ഞാൻ ഈ ബിഹേവിയർ പാക്ക് ഇട്ട് എന്തായി അകത്തുണ്ട്. ഇപ്പോൾ ഒരു 4 ഉണ്ടാവും ഗൈസായി. ഞാൻ പറഞ്ഞല്ലേ, സ്ലീപ്പിംഗ് ഈസ് OP ആണ് ഗൈസ്. അതുകൊണ്ട് തന്നെ കുറച്ച് OP സാധനങ്ങളൊക്കെ കിട്ടിയിട്ട് അതുകൊണ്ട് ഗൈസ്. അല്ല, നമ്മളതിൽ ഗോൾഡൻ ആപ്പിൾ ഉണ്ടായിട്ടാണ് ഞാൻ തിന്നാണ്ടിരിക്കുന്ന ഒരു ടീസ് ഗോൾഡൻ ക്യാരറ്റ് തിന്നാ. അതാണ് പിന്നെ വെറുതെ മറ്റേ ടേസ്റ്റ്. രാവിലെ ഓടിക്കോ, നേരെ അങ്ങോട്ട് ഓടിക്കോ. OP സാധനങ്ങളൊക്കെ കൊണ്ടുവരാനുള്ളതാണ്. ഒരു ടീസ് ഇല്ല ഗൈസ്, അങ്ങനെ ആവില്ല ഗൈസ്. അത് ഭയങ്കര പാടാണ്. എന്നെ കൊണ്ടൊന്നും നടാതിരിച്ച് എടാ, ഇത് തീർന്ന് ഇത്ര വട്ടം തീർന്നു. അങ്ങോട്ട് എത്തിയാൽ മതി കേട്ടോ. ഇവിടെ ഞങ്ങൾ എത്തി. നിയർ ബൈ മോൺസ്റ്റേഴ്സ് നമ്മൾ എന്തെങ്കിലും ഗൈസ്. എന്തിനാ കൊല്ലണ്ട? അത് വേറെ ആരെങ്കിലും. ഇവിടെ സ്കെൽട്ടൺ ഉണ്ടായിരുന്നു, ഇപ്പം അതിനെ കാണുന്നില്ല. അപ്പോൾ സ്കെൽട്ടൺ എങ്ങോട്ടാ പോയി? ഗൈസ് നമുക്ക് ഉറങ്ങാം. മോൺസ്റ്റേഴ്സ് എടാ, അതാ അടാ, അത് വെറുതെ വേസ്റ്റ്. പെട്ടെന്ന് ദൈസ് ഉറങ്ങി. നമ്മൾ ലീവ് എടുക്കിയാൽ ലൈസ് ആവത്തില്ല. ഞാൻ വിചാരിച്ച പോലെയല്ല. ഇവിടെ കുറച്ചൊക്കെ ഒന്ന് പാടാണ്. ഉറങ്ങിക്കോ. ഈ പ്രാവശ്യം ഉറങ്ങാൻ പറ്റുമോ? ഇല്ല ഗൈസ്, പറ്റൂല. അങ്ങനെ നമ്മളെന്താ ചെയ്യാന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും ഒരു അടിപൊളി നിൽക്കന്നെ. അവിടെ എത്തുന്നു. ഇടയിൽ കൂടി മറ്റേ ബേബി സാധനം, ആ ചെറിയ സാധനം കയറി വന്നു. എടുത്തൊന്നാണ് എടുക്കാനും പറ്റില്ല. ഗൈസ് കിട്ടി. അപ്പോൾ ഗൈസ് എനിക്ക് മനസ്സിലായി, ഇത് നമ്മളിങ്ങനെ തന്നെ ഫുള്ള് ഉറങ്ങിയാലേ നമുക്ക് OP. എന്താ പ്ലീസ് ഒന്നും ചെയ്യല്ലേ. അഞ്ഞു വേണ്ട ചെയ്തോ. എന്നോടാ കളി. സീന സാധനങ്ങൾ അവിടെ കിട്ടുന്നത് അപ്പോഴാണ്. ഓഗീസ് നമുക്ക് കിട്ടിയ എന്താ നിങ്ങൾ കണ്ടല്ലോ. ഇത്രയും സീൻ OP സാധനം കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് എന്തായാലും ബീറ്റ് ചെയ്യാൻ പറ്റും. അത് ഉറപ്പാണ് ഗൈസ്.
നല്ല സീന് സാധനങ്ങളാണ് കിട്ടുന്നത്. ഭയങ്കര ഓപ്പീസ്. നമുക്ക് ഇപ്പോഴത്തേക്ക് ആ ഗോൾഡൻ കാരറ്റ് മറ്റേത് കളയണ്ടേസ് എന്നോട്ടെ. നമുക്ക് അവിടെ ചെസ്റ്റ് പ്ലേറ്റ് കുറച്ച് ബനിയനൊക്കെ കിട്ടി. പിന്നെ കുറച്ചും കൂടി മുകളിലോട്ട് കയറാം. ഇല്ല, ഇവിടെ എവിടെയില്ലേ? നമുക്ക് ചാടാം. കണ്ട വയസ്സ് ഞാൻ പഠിച്ച്. എന്താ വീണ്ടും മൈനിങ്ങിന് നമുക്ക് ഇറങ്ങാം. ഒരു പിക്ചേഴ്സ് കിട്ടിയിരുന്നെങ്കിൽ നന്നാണ്. നമുക്ക് ഫസ്റ്റ് ഇതിടാം എന്നിട്ട് വലിയ വാക്യം. ഇത് സാധാരണ ഫയർ വർക്ക്. ഇപ്പം എന്താ ഇതാണ് നമ്മുടെ സ്ഥലം. പിന്നെ നമുക്ക് അല്ല ഈ സ്ഥലത്താണ് ഇവിടെ തന്നെ. അല്ല കേവ് ഉണ്ടല്ലോ അവിടെ. ഇതെന്ത് തീട്ട കേവാണ്. ഇങ്ങോട്ടെന്നാ കയറുന്ന നല്ലത്. എൻ്റെ ഒരു ശവലുണ്ട്. ഇതെങ്ങനെ ഇരിക്കും? എടാ ഇത് സീനാണല്ലോ. എടാ ഇത് സീനാട്ടോ, സത്യം അറിയാം. ഇത് പെട്ടെന്നാണ് എല്ലാം മറ്റേ ഫ്ലിൻറ്റും ഒരു ഗ്രാവലും എല്ലാം കിട്ടില്ലേ സീന. അതിൻ്റെ പ്രത്യേകത ഫോർച്യൂൺ എഫിഷ്യൻസി കാർസ് ഓഫ് വാനിഷി. എന്ത് സാധനം എനിക്കറിയില്ലേ. അപ്പോൾ നമുക്ക് താഴ്ത്തു പോവാം. അല്ലെങ്കിൽ വേണ്ടല്ലേ നമുക്ക് വീടൊന്നും ഉണ്ടാക്കണ്ട. എന്തായാലും നമുക്ക് മുകളിൽ നിന്നായാലും നമുക്ക് അല്ലെങ്കിൽ വേണ്ട താഴെ ഉണ്ടാക്കാം. എന്തെങ്കിലുമൊക്കെ അവിടെ ഉണ്ടാക്കേണ്ടി വരും. എന്നാലും നമുക്ക് സോംബീൻ്റെ അടുത്തുനിന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ഇതാണ് നമ്മളെ സ്ഥലം. ഇവിടുന്ന് ഇങ്ങനെ മുറിച്ചു പോകും. നമ്മളിൽ പൈസ ഉണ്ട്. കണ്ടോ പൈസ കുറെ പൈസ. ഇനി നമ്മൾ മുകളിലോട്ട് കയറണം. മുകളിലോട്ട് കയറാനുള്ള വഴികളൊക്കെ ഉണ്ട് എൻ്റെ കയ്യിലുണ്ട്. നമുക്കറിയായിരിക്കും ഞാൻ സീന. അതിൻ്റെ ഇത് എല്ലാ സ്ഥലവും ഒലിക്കുന്നതുകൊണ്ട് എത്ര നല്ല സ്പേസ് കിട്ടും ഗൈസ്. അപ്പം നമ്മൾ കുറച്ചും കൂടി ഇങ്ങോട്ടൊരു സ്ഥലം വെക്കാം. ഇവിടെ നമ്മുടെ ബെഡ് വരും. പൊട്ടി സാരില്ല ഗീസ്, പൈസയ്ക്ക് കുറവില്ല. അപ്പോൾ ഗീസ് നമുക്ക് നേരെ മുകളിലോട്ട് കയറാം. ഷാർപ്നെസ് 5. നൈസ്. നമുക്ക് മുകളിലോട്ട് കയറണം. അങ്ങനെ അത് കുറേ നേരം എടുക്കും. അങ്ങനെ ചെയ്തവർക്കൊക്കെ അറിയാം കുറേ നേരം എടുക്കും. ഞാൻ അത്രയ്ക്കും വലിയ എക്സ്പോർട്ടൊന്നും ഇല്ല, അതുകൊണ്ട് ഞാൻ സത്യം പറയണല്ലോ, അത് ഭയങ്കര പാടാ. അപ്പോൾ കുറേ നേരത്തെ കഷ്ടപ്പാടിന് ശേഷം ഞാൻ ഇങ്ങോട്ട് എത്തി. എല്ലാം കളഞ്ഞിട്ട് നമുക്ക് റെഡി ആവും നമ്മുടെ ബെഡ് അങ്ങോട്ട് കൊണ്ടുവയ്ക്കാൻ. അപ്പോൾ നമുക്ക് പിന്നെ ഒരു കുഴപ്പങ്ങളും ഉണ്ടാവില്ല. കാരണം ഈസിയായിട്ട് ഉറങ്ങാനും പറ്റും. പക്ഷേ ഇത് മുകളിലോട്ടാണ് പോയി വീഴുന്നത്. ഏതെങ്കിലും സാധനങ്ങളെ കൊണ്ടുവന്ന് എടുത്താൽ പണിയാവും. അപ്പോൾ അതിനുള്ള ഐഡിയ എൻ്റെ കയ്യിലുണ്ട്. ഇത് ഇവിടെ അല്ലേ സംഭവം. നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കും. അപ്പം അതിന് മുകളിൽ വീഴുള്ളൂ. അപ്പോൾ അവിടെ ഇരിക്കുന്ന മറ്റേതൊന്നും എടുത്തിട്ട് വെറുതെ വേസ്റ്റ് ആക്കല്ലേ ഈ സാധനത്തിൻ്റെ എനർജി. എന്താ സോംബിയൊക്കെ നമ്മളുടെ ആർമർ എടുത്ത് എന്ത് ചെയ്യും? സ്കെൽട്ടൺ എടുത്താൽ തീർന്നു. ക്രീപ്പർ എങ്ങനെ എടുത്ത് അതിനേക്കാളും കുഴപ്പമായിരിക്കും. ക്രീപ്പർ നമ്മളുടെ ആർമറെ അങ്ങ് പൊട്ടിച്ച് കളയും.
ഗൈസ് അതുകൊണ്ട് തന്നെ നമ്മൾ മുകളിലോട്ടൊരു വഴി ഉണ്ടാക്കും. അതാകുമ്പോൾ പിന്നെ മുകളിലെ സാധനങ്ങളൊക്കെ വീഴുള്ളൂ. ഞാൻ ഇതിന് എങ്ങനെ ഉണ്ടാക്കുന്നത്? ഇതൊന്നും ഉണ്ടാക്കിയാൽ പോരെ. മുകളിൽ കൂടിയാണ് എന്തായാലും വീഴുന്നത്. ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കണം. എന്തെങ്കിലുമൊക്കെ ചറവറാന്നിരുന്നോ ടൈസ്. എന്തെങ്കിലും അല്ലെങ്കിലും പിക്കാസൊന്നുമില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു വൃത്തിയില്ലാണ്ട് ഉണ്ടാക്കിയാലും കുഴപ്പമില്ല. കാരണം നമ്മളിൽ പിക്കാസില്ല ഈസ്, അതുകൊണ്ടാണ്. വേറെന്തൊക്കെയുള്ള? വേറൊന്നുമില്ല ഈസ്. ഇത് മതി നമുക്ക്. ഇപ്പോൾ എവിടെ നമ്മളെ സ്ഥലം എവിടെ? ദൈസ് നമുക്ക് അവിടെ നിന്ന് കുറച്ച് വെള്ളം എടുത്തിട്ട് തരാം. ദൈസ് അവിടെ ഇരുന്നോട്ടെ. അപ്പോൾ ഗെയ്സ് നമുക്ക് മുകളിലോട്ട് കയറാം. ഇതെന്താ കോഴിയൊക്കെ എടുക്കുന്നത്? കയറിക്കോ, കുഴപ്പമില്ല. ഇതെന്താ മുങ്ങത്തില്ലേ? നീ മുങ്ങണ്ടെന്നാടി പോടാ, ഞാൻ മുങ്ങും. എന്താ അവിടെ കോഴി ഇപ്പോഴും ഉണ്ടോ? ദൈസ് നമ്മളെത്തി. ഇതാണ് നമ്മുടെ ഇപ്പോൾ സ്ഥലം. ഇങ്ങനെയുണ്ട് ഈ ഇത്രയും നല്ല സ്ഥലം എന്ന് വെച്ചാൽ ആർക്കും ഉണ്ടാക്കാൻ പറ്റൂല. അപ്പോൾ ഗൈസ് നമ്മളൊരു ടോർച്ച് അങ്ങനെയൊന്നുമില്ല. എന്തായാലും നമുക്കിവിടെ ഗൈസ് ഇത് ധാരാളം. കടക്കാൻ എന്തായാലും ഇത് ധാരാളമാണ്. അപ്പോൾ ഗൈസ് അല്ല, നമുക്ക് ഇവിടുന്ന് കുറച്ച് മൈനിങ്ങിനും പോകാൻ പറ്റും. പക്ഷേ എൻ്റെ ഒരു അങ്ങനെ ഒരു സാധനമില്ല. എന്തെങ്കിലും ഒരു സാധനം ഗൈസ്. കുറച്ച് സ്റ്റോൺ ഉണ്ടാക്കാനുള്ളുണ്ട്. സ്റ്റോണൊക്കെ കുറച്ച് ഇവിടുന്ന് കൊണ്ടുവരാം. ഗൈസ് ഇതുണ്ട്, പിക്കാസ് ഉണ്ടാക്കാൻ ഇത് ഗൈസ്. ഇതൊന്നാ അനങ്ങാൻ പറ്റില്ല. അനങ്ങാൻ പറ്റില്ല. കുറേ ഞാനിപ്പോൾ എന്താണ് ഇന്നടുത്തൊക്കെ കുറേ ഫോർട്ട്നൈറ്റ് കളിച്ചിരുന്നു. ഫോർട്ട്നൈറ്റ് കയറ്റി കളിച്ച്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ഞാൻ ഫോർട്ട്നൈറ്റ് അടാ ഗൈസ് രാത്രിയാവാനായി. രാത്രി ആവുന്ന മിക്ക ആൾക്കാർക്കും ഇഷ്ടമല്ല, പക്ഷെ എനിക്കിഷ്ടമാണ് ഗൈസ്. കാരണം ഈ മോഡേ അങ്ങനെയാണ്. എടാ ഞാൻ കല്ലിനടയിൽ പോയി. ഇല്ലല്ലേ, എന്തെങ്കിലുമൊക്കെ മുകളിൽ വീഴുന്നുണ്ടാവും ഗൈസ്. ഞാൻ ഗൈസ് നേരെ മുകളിലോട്ട് വന്ന് നോക്കാം. ഞാൻ ഗൈസ് നമ്മുടെ സാധനം വർക്കാവുണ്ടോ നോക്കാം. യാ ബോയ്സ് നോട്ട് വർക്കിംഗ്. എന്താ വർക്കാവാത്ത? എൻ്റെ സാധനം ഇവിടെ, ഒരു സാധനം കാണുന്നില്ല. എവിടെടാ അത്? നീ അല്ലെങ്കിൽ തീട്ട സാധനങ്ങളാണ് തരുന്നത്. നീ ഒന്ന് മരിക്കുക. ദൈസമൊന്നുമില്ല. പോടാ എന്നെ തുപ്പാക്കുന്നു. പോടാ നീയും പോടാ, എന്നെ തുപ്പൂല. നീ ആദ്യം പോ. സൈഡിലിട്ടി ആവശ്യമില്ല. അല്ല ഞാനെങ്ങനെ ഇതിൻ്റെ സാധനങ്ങൾ എടുക്കുക? അത് പറ ഗീസ്. അതൊന്നും വർക്കായില്ലേ? സാധനങ്ങളൊക്കെ പോയി. ഇതിപ്പോൾ എവിടെയാ പോകുന്നത്? ഇതിനിടയിൽ എവിടെയെങ്കിലും ഉണ്ടോ? ഇങ്ങോട്ട് വേണോ? എടാ അന്നൊരു ടെക്നോളജി കേട്ടോ, ടെക്നോളജിയാ. ബീസ് വിൻഡ് ബൂസ്റ്റ് ടീ, ഇത് ടീ, ഒരു പിക്കാസ് കിട്ടിയാൽ മതിയിരുന്നു. ബോട്ടിൽ ഓഫ് എൻജൈനിങ് കിട്ടി. എടാ നെതറിലോട്ട് പോരോ, നമ്മുടെ ഇറങ്ങുന്നുണ്ട്. ഓടോ, മറ്റേ സാധനം കിട്ടി. ഇനി വേറെ എന്താ നമുക്ക് ആവശ്യം?
അപ്പോൾ ഗൈസ് എനിക്ക് മനസ്സിലായി ഇതെങ്ങനെ സംഭവം. ഇത് നേരെ താഴോട്ട് ഇവിടേക്ക് എത്തുന്നത്. അപ്പോൾ അത് നല്ല സെറ്റപ്പാട്ടോ, നല്ല സീന സാധനമാണ്. സത്യം പറയാണല്ലോ, സീന. ഒരു സംശയം, വെള്ളത്തിനകത്തൊന്നും ഇൻവെസ്റ്റ് ഇട്ടെന്തോ അവിടെ നമ്മൾ പറക്കൂ. വെള്ളത്തിനകത്തിട്ടാൽ അങ്ങനെയൊക്കെ തന്നെ. എന്തേന്ന് അന്യ വയസ്സ്. കുറച്ചൊക്കെ എനിക്ക് സ്റ്റോണാണ്. എന്നിട്ട് കുറച്ച് സ്റ്റോൺ കിട്ടി. എനിക്കറിയില്ലായിരുന്നു ഇവിടെ സ്റ്റോൺ ഉണ്ടോന്ന്. നമുക്ക് പുറത്തോട്ട് ഇറങ്ങാം. ഇടതൊന്നും പുറത്തോട്ട് ഇറങ്ങാൻ പറ്റില്ല. എനിക്ക് അതിനുള്ള എടാ ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങി. അങ്ങനെ മുക്കി നമ്മൾ ഇങ്ങോട്ടെത്തി. അപ്പോൾ ഗീസ് നമുക്ക് ഇനിയും കുറേ സാധനങ്ങളൊക്കെ കിട്ടിയിരുന്നു. നമുക്ക് ഇനി അടുത്ത പാട്ടിൽ നമുക്ക് പിന്നെ തെറിലോട്ടും പോകും ഗീസ്. അപ്പോൾ ഗീസ് നിങ്ങൾക്കറിയായിരിക്കും ഇന്നത്തോടെ എത്ര ഇവിടെ നിന്ന് കഴിഞ്ഞു. അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഞങ്ങളുടെ ചാനലൊന്ന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ ഗീസ് പിന്നെ ഡിസ്കോഡ് സെർവർ ഞാൻ ആദ്യം പറയുന്നുണ്ട്. ബൈ.